ഇനി കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ഏത് രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് നോക്കാം. ഷബീർ ഒമർ നൽകും കാസർഗോഡ് നിന്ന് വിവരങ്ങൾ. ഷബീർ, എങ്ങനെയാണ് കാസർഗോഡ് മികച്ച പോളിംഗ് തന്നെയാണോ രേഖപ്പെടുത്തുന്നത്? വളരെ നല്ല രീതിയിലാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. ഇതുവരെ ഏകദേശം 1 മണി വരെയുള്ള കണക്ക് പ്രകാരം മൊത്തം പോളിംഗ് ശതമാനം 43.14% മൊത്തം കാസർഗോഡ് മണ്ഡലത്തിൽ പോളിംഗ് ആയിരിക്കുന്നു. 1 മണി വരെയുള്ള കണക്ക് പ്രകാരം വളരെ നല്ല രീതിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. രാവിലെ മുതൽ തന്നെ 6 മണി മുതൽ തന്നെ വളരെ നല്ല ക്യൂ എല്ലാ ബൂത്തുകളിലുമുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണി സമയത്ത് ക്യൂവിൽ വളരെ കുറവ് വന്നിട്ടുണ്ട്. 1 മണി ഭക്ഷണ സമയത്ത് ഏതാണ്ട് കുറവ് വന്നിട്ടുണ്ട്. മണ്ഡലാടിസ്ഥാനത്തിൽ ശതമാനക്കണക്ക് നോക്കുമ്പോൾ, വോട്ടിംഗ് ശതമാനക്കണക്ക് നോക്കുമ്പോൾ ആകെ 43.14% കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലുള്ളത്. ഇത് മണ്ഡലാടിസ്ഥാനത്തിൽ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ 38.33% ഇതുവരെയുള്ള പോളിംഗ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഇത് 40.66%, ഉദുമ മണ്ഡലത്തിൽ 39.94%, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 41.98% ഇതുവരെയുള്ള പോളിംഗ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ 44.2%, പയ്യന്നൂർ മണ്ഡലത്തിൽ 51.35%, കല്യാശ്ശേരി മണ്ഡലത്തിൽ 47.41% ഇതുവരെയുള്ള പോളിംഗ്. ഇതിൽ ഏറെ ശ്രദ്ധിക്കേണ്ട പോളിംഗ് ശതമാനം തൃക്കരിപ്പൂർ കല്യാശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും എല്ലാ മേഖലയിലും, അതായത് LDF, UDF ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വളരെ മികച്ച പോളിംഗാണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉച്ചവരെയുള്ള കണക്കാണ് ഇത്. രാവിലെ മുതൽ തന്നെ 6 മണി മുതൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വളരെ നല്ല ക്യൂ ഉണ്ട്. എന്തായാലും യന്ത്രത്തകരാറുകൾ ഏതാനും ബൂത്തുകളിൽ കാസർഗോഡ് മണ്ഡലത്തിൽ പരക്കെയുള്ള യന്ത്രത്തകരാറുകൾ രാവിലെ തന്നെ പോളിങ്ങിനെ ബാധിച്ചിരുന്നു. വോട്ടെടുപ്പ് ആരംഭിക്കുന്നത് വൈകിച്ചിരുന്നു. ഏതാണ്ട് 8 മണിയോളം പല ബൂത്തുകളിലും 8 മണിക്കാണ് പോളിംഗ് ആരംഭിച്ചത്. പിന്നീട് യന്ത്രത്തകരാർ പരിഹരിച്ചാണ് പല ബൂത്തുകളിലും പോളിംഗ് ആരംഭിച്ചത്. ഇപ്പോൾ പനത്തടി പഞ്ചായത്തിലെ ഒരു ബൂത്തിൽ യന്ത്രം നിലച്ചിരിക്കുന്നു. അവിടെ മാത്രമാണ് ഇപ്പോൾ യന്ത്രത്തകരാർ ഉള്ളത്. അവിടെ വോട്ടിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഒടുവിൽ ലഭിച്ച യന്ത്രത്തകരാറിനെ സംബന്ധിച്ച വിവരം. ബാക്കി എല്ലായിടത്തും സുഗമമായാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. മാത്രമല്ല കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ